കാര്യത്തിൽ കിടക്കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ ഭാസ്കരൻ നിധിയോട് ചൂടാവുന്ന കണ്ടിട്ട് സുധീഷ് എന്നിട്ട് ഇടപെടുന്നുണ്ട്. നിധി ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ആദ്യം നീ നിന്റെ കാര്യം നോക്ക്. ഒരു പാവം പെൺകുട്ടിയെ മുറിയിൽ അടച്ചിട്ട് ഇവന്മാരുടെ കൂടെ കിടന്നുറങ്ങുന്നവനല്ലേടാ നീ. ഇത് കേട്ടിട്ട് സുഭാഷ് എന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നിധി സുധീഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ല, ആ പാവം സുഭാഷേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങളല്ലാതെ ആരും മനസ്സിലാക്കാനാണ്. അതിനുശേഷം നിധിയെ പോലീസുകാരൻ വിളിക്കുകയാണ്. ആ സുധീഷ് നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, കുറേ ആണുങ്ങൾ മാത്രമുള്ള വീടല്ലേ? അയ്യോ സർ, ഒരു കുഴപ്പമില്ല, എല്ലാവരും വളരെ നല്ലവരാണ്. എന്നിട്ട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ മോള് ഡിവോഴ്സ് ചെയ്യുന്നത്? ആ വക്കീൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഇത് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അറിഞ്ഞുവെന്ന്. അപ്പം പോലീസുകാരൻ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമല്ലേ മോളെ, ന്യൂസ് കിട്ടാതിരിക്കുമോ? നിങ്ങൾ അപേക്ഷിക്കാൻ പോയ വക്കീലല്ലേ, ആളാണ് ആദ്യം നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് നിധിയോട് പറയുന്നത്, ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, ഈ നമ്പർ സേവ് ചെയ്തോ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ചാൽ മതി. അതിനുശേഷം നിധി പെട്ടെന്ന് സുധീഷിനടുത്ത് ചെല്ലുകയാണേ. സുധീഷെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്? നമ്മുടെ കല്യാണം നടത്തിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് നിധിയെടുത്ത്, ഇയാളെയും വിളിച്ചോ? അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ, സുധീഷിനെ വിളിച്ചായിരുന്നു? ഇയാളോട് ഗോപി പോലീസ് മാത്രമല്ലേ സംസാരിച്ചോളൂ, എന്നെ വിളിച്ചപ്പോൾ ഇൻസ്പെക്ടർ എല്ലാം കിടന്ന് നല്ല രീതിയിൽ വരട്ടുന്നുണ്ടായിരുന്നു. അപ്പം നിധി പറയുന്നുണ്ട്, ഇതൊക്കെ വക്കീൽ എന്തിനാ പറയുന്നത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് ഇപ്പം ഡിവോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഒന്നുണ്ട്, നിധിയോട് അവർ സോഫ്റ്റായിട്ടല്ലേ പെരുമാറി. ഇതെല്ലാം കണ്ടിട്ട് ഹരീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ സുധീഷ്, പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ടേ. ഹരീഷ് നിധിയോടും ചോദിക്കുന്നുണ്ട് കേട്ടോ, പ്രശ്നമുണ്ടോയെന്ന്. അപ്പം നിധിയൊന്നും പറയുന്നില്ല, പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് സുനിതയുടെ വീട്ടിൽ നിന്ന് സുനിതയുടെ വല്യച്ഛൻ വരികയാണ്. എൻ്റെ അനിയത്തിയുടെ മകൾ സുനന്ദയുടെ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് കേട്ടിട്ട് സുഭാഷ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഒരെണ്ണവും ആ പരിസരത്ത് വന്നു പോകല്ലോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ വിളിച്ചാൽ പോലും ഞങ്ങൾ ആരും ആ പരിസരത്ത് വരില്ല. അതിനു മുമ്പ് സുനന്ദയെ കാണാനോ അവളുടെ മനസ്സ് മാറ്റാനോ ശ്രമിച്ചാൽ അത് നോക്കി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും സുഭാഷ് അങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സുധീഷ് പറയുന്നുണ്ട്, ഇവിടെ വന്ന് വലിയ നാവാട്ടമൊന്നും വേണ്ട, ആദ്യം പോയി അവളോട് അടങ്ങി നിൽക്കാൻ പറ. ഭാസ്കരൻ പറയുന്നുണ്ട്, അതെ, അല്ലെങ്കിൽ കല്യാണത്തിന് പെണ്ണ് മണ്ഡപത്തിന് വരുന്നതിന് പകരം എൻ്റെ അടുക്കളയിൽ കൂടെ നുഴഞ്ഞു കയറി വരും. ഇതെല്ലാം കേട്ടിട്ട് സുനിതയുടെ വല്ലച്ചന് വല്ലാതെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നിധിയും നികേഷും അമ്പലത്തിൽ വന്നു. ആ സമയത്ത് തന്നെ സുനിത അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് നിധി നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര കാലമായി പരസ്പരം മിണ്ടാതെ? അവൻ നികേഷ് പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അവർ വഴക്കാം, അമ്മ മരിച്ചതിന് ശേഷം തൊട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അവർക്കാർക്കും ആ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ ഉള്ളിൽ സുനന്ദയോട് ഇഷ്ടമുണ്ട്, ആ കണ്ണി നോക്കിയാൽ മനസ്സിലാവും. സുനന്ദയെ നോക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരലിവ്. അവൻ നികേഷ് പറയുന്നുണ്ട്, അത് നടക്കാത്ത കാര്യമായിട്ടെത്തി, സുഭാഷ് ചേട്ടൻ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ സമയത്ത് സുനന്ദ അവിടെ വരുന്നു. നിധി സുനന്ദയെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുനന്ദ ചോദിക്കുന്നുണ്ട് നിധിയോട്, ഞാൻ കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടായല്ലേ, അതായിരിക്കും നികേഷിൽ എന്നോട് ഇത്ര ദേഷ്യം. ഒന്നെങ്കിൽ ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കണം. എനിക്കിത് രണ്ടിനും പറ്റുന്നില്ല. സുഭാഷ് ചേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, മരിക്കുന്നത് വരെ അത് മാറുകയില്ല. കുട്ടിക്കാലം മുതലേ എന്നോട് മുഖം കറുത്ത് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല സുഭാഷ് ചേട്ടൻ. അവിടെയുള്ള എല്ലാവർക്കും എന്നോട് ദേഷ്യ. പക്ഷേ സുഭാഷ് ചേട്ടൻ അങ്ങനെയല്ല. എൻ്റെ വീട്ടുകാർ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി വരാനുള്ള ധൈര്യമില്ല. ഇടയ്ക്ക് ഞാനും നിധിയെപ്പോലെ ധൈര്യത്തോടെ ഇറങ്ങി വരാമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ നിധി എന്തൊക്കെ ഉപേക്ഷിച്ചു. എൻ്റെ സന്തോഷം എന്നേക്കുമായി മരിച്ചുപോയി നിധി. അതും പറഞ്ഞ് സുനന്ദ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.